everyone. So, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിലബസിലെ യൂണിറ്റ് 2, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ. ഈ ഒരു ടോപ്പിക്കിന് താഴെയായിട്ട് 10 സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സിൽ സെലക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് പഠിക്കുന്നത്. സോ ഈ യൂണിറ്റ് 2-ലെ 10 സബ് ടോപ്പിക്സിൽ നമ്മൾ സെലക്റ്റീവായിട്ടൊരു 6 ടോപ്പിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ 8 ടോപ്പിക്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 3rd ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തു, 5th ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തു. സോ ഇതൊന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്സൊക്കെ സ്കിപ്പ് ചെയ്തു പോയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ടോപ്പിക്കിലോട്ട് വരുവാണ്. ദാറ്റ് ഈസ് ടോപ്പിക് 8, pipelining and vector processing. So these are the contents of our topic. It includes parallel processing, pipelining, arithmetic pipelining, instruction pipelining, and finally vector processing, array processes. സാധാരണയായിട്ട് ഈ ഒരു ചാപ്റ്ററിന് കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് കാണാം ആ കൂടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതും 2019 ഡിസംബറിലാണ്. ആൻഡ് അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഒരു പ്രോബ്ലം ആണ്. സോ അങ്ങനത്തെ ടൈപ്പിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് പൈപ്പ് ലൈനിങ് എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, സോ എന്താണ് പൈപ്പ് ലൈനിങ്? Pipelining is a process of arrangement of hardware elements of the CPU such that its overall performance is increased. So by pipelining we means a higher or a better performance. Okay. So എന്താണ് ഒരു പൈപ്പ്ലൈൻഡ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു നോൺ പൈപ്പ്ലൈൻഡ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ ഒരു നോൺ പൈപ്പ്ലൈൻഡ് സിസ്റ്റത്തിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവാനായിട്ട് 5 സെഗ്മെൻറ്റ് അല്ലെങ്കിൽ 5 സ്റ്റേജ് പ്രോസസ്സാണ് വേണ്ടതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇൻസ്ട്രക്ഷൻ 1 വരുന്നു, അത് ഈ 5 സ്റ്റേജസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവുന്നു. സോ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷനായിട്ട് ലെറ്റസ് സേ 50 നാനോ സെക്കൻഡ്സ് ആണ് വേണ്ടി വന്നതെന്ന് പറയാം. ആൻഡ് അതുപോലെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വരുന്നു, അതിനൊരു 50 നാനോ സെക്കൻഡ്സ് വേണ്ടി വരുന്നു. ദെൻ 3rd ഇൻസ്ട്രക്ഷൻ, 4th ഇൻസ്ട്രക്ഷൻ, ആൻഡ് 5 ഇൻസ്ട്രക്ഷൻസ് നമുക്കിപ്പോൾ എക്സാമ്പിളിൽ കൺസിഡർ ചെയ്യാം. സോ ഈ 5 ഇൻസ്ട്രക്ഷൻസും കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവാനായിട്ട് നമുക്ക് എത്ര സമയം വേണ്ടി വരും? ദാറ്റ് ഈസ് 50 നാനോ സെക്കൻഡ്സ് ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 250 നാനോ സെക്കൻഡ്സ്. ഓക്കെ, സോ ഇനി ഈ 5 ഇൻസ്ട്രക്ഷൻ നമ്മളൊരു പൈപ്പ് ലൈൻഡ് സിസ്റ്റത്തിലോട്ട് ഫെഡ് ചെയ്യുവാണ്. സോ ഈ 5 ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ, ഒരു പൈപ്പ് ലൈൻഡ് സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ടോട്ടലി എത്ര സമയം വേണ്ടി വരും? ആൻഡ് ഹൗ ദ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് ഇൻ എ പൈപ്പ് ലൈൻഡ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ എങ്ങനെയാണ്? ആദ്യം എന്താണ്, ഇൻസ്ട്രക്ഷൻ 1 വരുന്നു. ദെൻ ഇൻസ്ട്രക്ഷൻ 1 സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻ 2 എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നു. ദെൻ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ 1 3rd സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഇൻസ്ട്രക്ഷൻ 2 സെക്കൻഡ് സ്റ്റേജിലോട്ടും ഇൻസ്ട്രക്ഷൻ 3 ഫസ്റ്റ് സ്റ്റേജിലോട്ടും വരുന്നു. ആൻഡ് 50th നാനോ സെക്കൻഡ് ആകുമ്പോൾ ഇൻസ്ട്രക്ഷൻ കോഡ് 1 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവുന്നു. 60th നാനോ സെക്കൻഡ് ആകുമ്പോൾ ഇൻസ്ട്രക്ഷൻ 2, 70th നാനോ സെക്കൻഡിൽ ഇൻസ്ട്രക്ഷൻ 3, ആൻഡ് ദസ് 90th നാനോ സെക്കൻഡ് ആകുമ്പോൾ ഇൻസ്ട്രക്ഷൻ കോഡ് 5ഉം കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടായി തീരുന്നു. സോ നമുക്ക് ഒരു പൈപ്പ് ലൈൻഡ് കേസിൽ 90 നാനോ സെക്കൻഡ്സ് മാത്രം മതിയായിരുന്നു. ബട്ട് നോൺ പൈപ്പ് ലൈൻഡ് കേസിൽ സെയിം സിറ്റുവേഷൻ നമുക്ക് എത്ര സമയം വേണ്ടി വന്നു? വി റിക്വയർഡ് 250 നാനോ സെക്കൻഡ്സ്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ വെറും 5 ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. But a program consists of hundreds of instructions, and when we consider 100 instructions, we can see a huge difference in the time taken for executing a program in non-pipeline system and a pipeline system. So എന്തുവാണ് 100 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തപ്പം we can see that ഒരു നോൺ പൈപ്പ് ലൈൻഡ് സിസ്റ്റത്തിനകത്ത് 5000 നാനോ സെക്കൻഡ്സ് വേണ്ടി വന്നത് പൈപ്പ് ലൈൻഡിൽ നമ്മൾ യൂസ് ചെയ്തപ്പം we just require 140 നാനോ സെക്കൻഡ്സ്. ആൻഡ് നൗ പൈപ്പ്ലൈനിങ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പൈപ്പ്ലൈനിങ് ഈസ് എ പ്രോസസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹാർഡ്വെയർ എലമെൻറ്റ്സ് ഓഫ് ദ CPU
such that its overall performance is increased. Simultaneous execution of more than one instruction takes place in a pipeline processor. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്തുവാണ്, 4 സ്റ്റേജ് പ്രോസസ്സാണ് ആൻഡ് 2 ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പൈപ്പ് ലൈനിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കൂടെ 5 ടൈം സൈക്കിൾസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ഈ നാല് സ്റ്റേജസിലൂടെ 2 ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവാനായിട്ട്. ബട്ട് ഇൻ കേസ് ഓഫ് നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ഇറ്റ് റിക്വയർസ് 8 time cycles. So now in a pipeline processor, a pipeline has 2 ends, the input end and the output end. Between these ends, there are multiple stages or segments such that output of one stage is connected to input of next stage and each stage performs a specific operation. So as shown in the figure, there are 2 ends, an input end and an output end, and in between these ends there are multiple stages. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മളൊരു 5 step പ്രോസസ്സാണ് കൺസിഡർ ചെയ്തത്. ഇൻ ആ സെക്കൻഡ് എക്സാമ്പിൾ വി കൺസിഡർഡ് 4 segment പ്രോസസ്. സോ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ടായിരിക്കും അക്കോർഡിംഗ് ടു ദ ആർക്കിടെക്ചർ ഓഫ് ദ സിസ്റ്റം. ആൻഡ് ഈ ഒരു ഫിഗറിൽ നമുക്ക് R1, R2, R3 എന്ന് പറഞ്ഞിട്ട് 3 രജിസ്റ്റേഴ്സ് കാണാം. These are called interface registers and used to hold the intermediate output between the 2 stages. സോ എന്തുവാണ്, S1ൻ്റെ ഔട്ട്പുട്ട് R1 ഹോൾഡ് ചെയ്ത് S2നകത്തോട്ട് ഇൻപുട്ടായിട്ട് ഫെഡപ്പ് ചെയ്ത് കൊടുക്കുന്നു. These interface registers are also called latches or buffers. Now ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഓരോ രജിസ്റ്റേഴ്സിൻ്റെയും ഫങ്ഷനിങ് ഇസ് കൺട്രോൾഡ് ബൈ എ കോമൺ ക്ലോക്ക്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് പോകുന്നത്, ദാറ്റ് ഈസ് പെർഫോമൻസ് ഓഫ് എ പൈപ്പ് ലൈൻ പ്രോസസ്സർ. ഞാൻ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് പ്രോബ്ലംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾവേസ് ദീസ് പ്രോബ്ലംസ് ആർ ഫ്രം ദ ടോപ്പിക് പെർഫോമൻസ് ഓഫ് എ പൈപ്പ് ലൈൻ പ്രോസസ്സർ. സോ എന്താണ് ഡിഫറെൻറ്റ് പെർഫോമൻസ് മെഷേഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മളിവിടെ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഇസ് ഈക്വൽ ടു k എന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ഇസ് ഈക്വൽ ടു n എന്ന് കൺസിഡർ ചെയ്യാം. സോ k ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേസസ് ഓർ സെഗ്മെൻറ്റ്സ് ഓർ സ്റ്റേജസ്, n ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ആൻഡ് ഓരോ സെഗ്മെൻറ്റിൻ്റെയും ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ TP ആണെന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിലോട്ട് പോകാം, ദാറ്റ് ഈസ് വെയർ വി ഹാവ് 5 ഇൻസ്ട്രക്ഷൻസ് ആൻഡ് 5 സെഗ്മെൻറ്റ്സ്. ഓരോ ഇൻസ്ട്രക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് 50 നാനോ സെക്കൻഡ്സ് വേണ്ടി വന്നു. അതായത് 5 സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ 50 നാനോ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡ്സ് ആയിരുന്നു. സോ ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് n ഇസ് ഈക്വൽ ടു 5, നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് k ഇസ് ഈക്വൽ ടു 5 ആൻഡ് ടൈം പീരീഡ് TP ഇസ് ഈക്വൽ ടു 10 നാനോ സെക്കൻഡ്സ്. And also whenever the clock pulse is falling, the input goes to the output of the latch. That is എന്തുവാണ് ഇൻപുട്ട് ലാച്ചിൻ്റെ ഔട്ട്പുട്ടായിട്ട് പോകുന്നത്, വിച്ച് ഇസ് അഗെയിൻ ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് there we understand the difference between a pipeline system and a non-pipeline system. സോ ആ എക്സാമ്പിളിൽ നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം കൺസിഡർ ചെയ്തപ്പോഴത്തേക്കും വേർ n ഇസ് ഈക്വൽ ടു 5, k ഇസ് ഈക്വൽ ടു 5 ആൻഡ് TP ഇസ് ഈക്വൽ ടു 10 നാനോ സെക്കൻഡ്സ്. നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 250 നാനോ സെക്കൻഡ്സ് ആണ് കിട്ടിയത്. സോ നമുക്ക് ആ ഇക്വേഷൻ എന്തെന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു k ഇൻറ്റു TP, ദാറ്റ് ഈസ് 5 ഇൻറ്റു 5 ഇൻറ്റു 10, വിച്ച് ഇസ് ഈക്വൽ ടു 250 നാനോ സെക്കൻഡ്സ്. സോ എക്സിക്യൂഷൻ ടൈം ഓഫ് എ നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ഇസ് ഈക്വൽ ടു n ഇൻറ്റു k ഇൻറ്റു TP. നൗ ഈ സെയിം സിറ്റുവേഷൻ നമ്മൾ പൈപ്പ് ലൈനിൽ കൺസിഡർ ചെയ്തപ്പം വി റിക്വയർസ് 90 നാനോ സെക്കൻഡ്സ്. സോ അവിടുത്തെ ഇക്വേഷൻ എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു k പ്ലസ് n മൈനസ് 1 ഇൻറ്റു TP. k is equal to 5, so 5 plus 5 minus 1, which is equal to 5 plus 4 into 10, which is equal to 9 into 10, which is equal to 90 nanoseconds. So execution time of a pipeline processor is equal to k plus n minus 1 into TP. നമ്മളിവിടെ 3 പെർഫോമൻസ് മെഷേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് സ്പീഡപ്പ്. So speed up of the pipeline processor over non-pipeline processor is equal to, so speed up നമ്മൾ S, capital S കൊണ്ടാണ് represent ചെയ്യുന്നത്. S is equal to
പെർഫോമൻസ് ഓഫ് പൈപ്പ്ലൈൻ പ്രോസസ്സർ ഡിവൈഡഡ് ബൈ പെർഫോമൻസ് ഓഫ് നോൺ പൈപ്പ്ലൈൻ പ്രോസസ്സർ. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? എക്സിക്യൂഷൻ ടൈം. സോ എസ് ഇസ് ഈക്വൽ ടു എക്സിക്യൂഷൻ ടൈം ഓഫ് നോൺ പൈപ്പ്ലൈൻ ഡിവൈഡഡ് ബൈ എക്സിക്യൂഷൻ ടൈം ഓഫ് പൈപ്പ്ലൈൻ. നമുക്കതറിയാം. എസ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു കെ ഇൻറ്റു ടി പി ഡിവൈഡഡ് ബൈ കെ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി പി. ടി പി ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഫൈനലി വി ഗെറ്റ് എസ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് n മൈനസ് 1. സോ ഇതിനാണ് നമ്മൾ സ്പീഡപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. Now we know that a program consists of a number of instructions. അതായത് എന്തുവാണ്? ഹൺഡ്രഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാമിനകത്ത് വരാം. സോ അങ്ങനത്തെ കേസിൽ n വിൽ ബി വെരി വെരി ലാർജർ ദാൻ k. എക്സാമ്പിളിൽ നമുക്ക് 100 നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൺസിഡർ ചെയ്യാം. സോ n ഇസ് ഈക്വൽ ടു 100. സോ ഇൻ കേസ് ഓഫ് എ നോൺ പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ, നോൺ പൈപ്പ്ലൈൻഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ we require n into k cycles, that is 100 into 5 which is equal to 500 cycles. But അതേസമയം ഒരു നോൺ പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we requires k plus n minus 1 cycles. ഓക്കെ, സോ k എന്ന് പറയുന്നത് എന്തുവാണ്? 5, that is 5 plus 100 minus 1 which is equal to 100 not 4. സോ ഈ 104 എന്ന് പറയുന്നത് എന്തുവാണ്? which is approximately equal to 100. സോ നമുക്ക് k പ്ലസ് n മൈനസ് 1നെ സിംപ്ലി n എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. സിൻസ് n ഇസ് വെരി വെരി ലാർജർ ദാൻ k ക്യാൻ ബി നെഗ്ലിജിബിൾ. സോ ഈ ഒരു കേസിൽ നമ്മുടെ സ്പീഡപ്പ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താവും? ദാറ്റ് ഇസ് n സ്റ്റാർ k ഡിവൈഡഡ് ബൈ k പ്ലസ് n മൈനസ് 1നെ നമുക്ക് n സ്റ്റാർ k ഡിവൈഡഡ് ബൈ n എന്നാക്കാം. സോ s ഇസ് ഈക്വൽ ടു k എന്ന് നമുക്ക് കിട്ടും. ഈ പൈപ്പ് ലൈനിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് എന്നിൻ്റെ വാല്യൂ കെയുടെ വാല്യൂ നെഗ്ലിജിബിൾ ആവുന്നുള്ളൂ. ദാറ്റ് ഈസ് 104 എന്നുള്ള കിട്ടുന്നു. സോ നമ്മളത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100. ബട്ട് ഇൻ കേസ് ഓഫ് പൈപ്പ് ലൈൻ വി ഗെറ്റ് 500 സൈക്കിൾസ് വിച്ച് ഇസ് നോട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനിൽ പൈപ്പ് ലൈനിൻ്റെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മാറ്റുന്നുള്ളൂ. ആൻഡ് വെൻ എവർ എസ് ഇസ് ഈക്വൽ ടു കെ വി ക്യാൻ സേ ഇറ്റ് ആസ് മാക്സിമം സ്പീഡപ്പ് റേഷ്യോ. ഞാൻ അടുത്തതായിട്ട് എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഗിവൺ സ്പീഡപ്പ് ഡിവൈഡഡ് ബൈ മാക്സിമം സ്പീഡപ്പ്. സോ വി നോ മാക്സിമം സ്പീഡപ്പ് ഇസ് ഈക്വൽ ടു കെ. സോ ഗിവൺ സ്പീഡപ്പ് എന്തുവാണ്? എസ് ഡിവൈഡഡ് ബൈ എസ് മാക്സ് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ കെ. ആൻഡ് അവസാനത്തെ ടേം എന്തുവാണ്? ത്രോപുട്ട്. ത്രോപുട്ട് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടു കംപ്ലീറ്റ് ദ ഇൻസ്ട്രക്ഷൻസ്. സോ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്? n ആണെന്നറിയാം. ആൻഡ് ഇൻ എ പൈപ്പ് ലൈൻഡ് സിസ്റ്റം ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു k പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി പി. സോ ത്രോപുട്ട് ഇസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ k പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി പി. ആൻഡ് നമുക്കറിയാം ടി പി ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 1 ബൈ ഫ്രീക്വൻസി. ഇൻവേഴ്സ് അല്ല, റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. സോ ടി പിക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 ബൈ ടി പിക്ക് വരെ നമുക്ക് ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ത്രോപുട്ട് ഇസ് ഈക്വൽ ടു n ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ k പ്ലസ് n മൈനസ് 1. സോ നമ്മൾ 3 ടൈപ്സ് ഓഫ് പെർഫോമൻസ് മെഷേഴ്സ് നോക്കി. സ്പീഡപ്പ് റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു k ഡിവൈഡഡ് ബൈ k പ്ലസ് n മൈനസ് 1. ആൻഡ് മാക്സിമം സ്പീഡപ്പ് റേഷ്യോയുടെ കേസ് ഏതാണെന്ന് നോക്കി. ദാറ്റ് ഇസ് വെൻ s ഇസ് ഈക്വൽ ടു k. ദെൻ എഫിഷ്യൻസി എന്താണെന്ന് നോക്കി. ദാറ്റ് ഇസ് s by k and finally throughput is equal to n into f divided by k plus n minus 1. അടുത്തതായിട്ട് പൈപ്പ് ലൈനിങ് 2 ടൈപ്പാണ് വരുന്നത്. അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ്ങിനകത്ത് വി ആർ ഡൂയിങ് സം അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ എക്സെട്ര. ആൻഡ് നൗ എന്താണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്? നമുക്കറിയാം ഒരു പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടിംഗ് സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം ബട്ട് നോട്ട് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്. അതായത് ഒരു സിംഗിൾ സെഗ്മെൻറ്റിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഒരു ഇൻസ്ട്രക്ഷൻ നെക്സ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോകുമ്പോഴാണ് എന്തുവാണ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഈ ഫസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് വരുന്നത്. അറ്റ് എ ടൈം ഒരു സെഗ്മെൻറ്റ് ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് സെയിം ടൈം സൈക്കിളിൽ സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം.
ഒരു നോർമൽ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 സെഗ്മെൻറ്റ്സ് ആണ് ബേസിക്കലി വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, calculate the effective address, fetch the operands from memory, execute the instruction, and finally store the result in a proper place. സോ ഈ ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് പൊതുവെ ഒരു കമ്പ്യൂട്ടറിൽ വരുന്നത്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനനുസരിച്ച് മാറാം. ദാറ്റ് ഈസ് 6 സെഗ്മെൻറ്റ്സിന് പകരം നമുക്ക് 5 സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങും ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്ങും നമുക്ക് വേണമെങ്കിൽ ഒറ്റ സെഗ്മെൻറ്റിനകത്ത് ക്ലബ് ചെയ്യാം. ആൻഡ് നൗ we cannot say that all the segments will take same time for execution. അതായത് ഓരോ ഓപ്പറേഷൻസിനും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും എക്സിക്യൂഷനായിട്ട് എടുക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് 4 ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് ലോഡ് ഓപ്പറേഷൻ, സ്റ്റോർ ഓപ്പറേഷൻ, ആഡ് ഓപ്പറേഷൻ ആൻഡ് ബ്രാഞ്ച് ഓപ്പറേഷൻ. ലോഡ് ഓപ്പറേഷൻ മേ ബി ടേക്ക് 800 picoseconds. സ്റ്റോർ ഓപ്പറേഷൻ നമുക്കൊരു 700 picoseconds ആണെന്ന് പറയാം. ആഡ് ഓപ്പറേഷൻ 600 ആൻഡ് ബ്രാഞ്ച് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 500 picoseconds വേണമെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഹിയർ വി വിൽ ഫിക്സ് ദ ക്ലോക്ക് സൈക്കിൾ ആസ് മാക്സിമം, ദാറ്റ് ഈസ് 800 picoseconds. അതായത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന എന്തോ ആയിരിക്കണം, മാക്സിമം ഡ്യൂറേഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈച്ച് സ്റ്റെപ്പ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ പാർട്ടിക്കുലർ സെഗ്മെൻറ്റ് ആൻഡ് ദർ ആർ ടൈംസ് വെൻ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് മേ ടേക്ക് ഡിഫറെൻറ്റ് ടൈംസ് ടു ഓപ്പറേറ്റ് ഓൺ ദ ഇൻകമിങ് ഇൻഫർമേഷൻ. വേറൊരു പ്രോബ്ലം എന്തുവാണ്, മെമ്മറി ആക്സസ് ചില സമയത്ത് നമുക്ക് സൈമൾട്ടേനിയസ്ലി 2 സെഗ്മെൻറ്റ്സിന് യൂസ് ചെയ്യേണ്ടി വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ആൻഡ് ഫെച്ചിങ് ഓപ്പറാൻഡ്സ് ഫ്രം മെമ്മറി. ഈ 2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വേണം, മെമ്മറി ആക്സസ് വേണം. സോ മെമ്മറി ആക്സസ് വേണമെങ്കിൽ ബസ്സിൻ്റെ ആക്സസ് വേണം. സോ അറ്റ് ദ സെയിം ടൈം എങ്ങനെയാണ് 2 സെഗ്മെൻറ്റിൽ മെമ്മറിക്ക് ആക്സസ് കൊടുക്കാൻ പറ്റുന്നത്? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. That is, there are times when 2 or more segments may require memory access at the same time, causing one segment to wait until another is finished with the memory. അതായത് 2 സെഗ്മെൻറ്റ്സ് തമ്മിൽ എന്ത് വരും, ഒരു ഡിപ്പെൻഡൻസി വരും. നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് ഉദ്ദേശം. ബട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അവിടെ എന്തുവാണ് ചെയ്യുന്നത്, വി വിൽ ഡിസൈൻ ദ ആർക്കിടെക്ചർ ഓഫ് ദ കമ്പ്യൂട്ടർ ആസ് ഹാവിങ് 2 സെപ്പറേറ്റ് മെമ്മറീസ്. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് മെമ്മറി നമുക്ക് ഉണ്ടാക്കാം ആൻഡ് ഫോർ ഡേറ്റ ഒരു സെപ്പറേറ്റ് മെമ്മറി നമുക്ക് ഉണ്ടാക്കാം. സോ ബൈ ഡിസൈനിങ് 2 സെപ്പറേറ്റ് മെമ്മറി, ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ മെമ്മറി ആൻഡ് ഡേറ്റ മെമ്മറി, വി ക്യാൻ ഓവർകം ദിസ് പ്രോബ്ലം. സോ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം എന്തുവായിരുന്നു, ഓരോ സെഗ്മെൻറ്റും ഡിഫറെൻറ്റ് ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് എടുക്കുന്നത് ഫോർ എക്സിക്യൂഷൻ. For an efficient pipeline system, we have to design the system in such a way that the instruction cycle is divided into segments of equal duration. അപ്പോൾ എന്തുവാണ്, പൈപ്പ് ലൈനിങ്ങിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഓരോ സെഗ്മെൻറ്റ്സും വിൽ ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓഫ് ഹാവിങ് ഈക്വൽ ഡ്യൂറേഷൻ. സോ അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനാണ് 4 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഈ 4 സെഗ്മെൻറ്റ്സും എന്തുമായിരിക്കും, ഈക്വൽ ക്ലോക്ക് സൈക്കിൾ, ഈക്വൽ ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു 4 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിനകത്ത് എന്തുവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ 6 ബേസിക് സ്റ്റെപ്സിനെ എന്ത് ചെയ്യാണ്, ക്ലബ് ചെയ്ത് 4 സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റുവാണ്. ഫോർ എക്സാമ്പിൾ ഡീകോഡിങ് ഓഫ് ദ ഇൻസ്ട്രക്ഷനും എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷനും നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒറ്റ സ്റ്റെപ്പിനകത്ത് ക്ലബ് ചെയ്യുവാണ്. നൗ നമുക്ക് ഈ 4 സെഗ്മെൻറ്റ്സ് നോക്കാം. സെഗ്മെൻറ്റ് 1-നകത്ത് എന്തുവാ ചെയ്യുന്നത്, ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഇൻ സെഗ്മെൻറ്റ് 2 ഡീകോഡിങ് ഇൻസ്ട്രക്ഷൻ പ്ലസ് കാൽക്കുലേറ്റിംഗ് ദ എഫക്റ്റീവ് അഡ്രസ്. സെഗ്മെൻറ്റ് 3-നകത്ത് ഫെച്ചിങ് ഓപ്പറാൻഡ് ഫ്രം മെമ്മറി. സെഗ്മെൻറ്റ് 4-നകത്ത് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. These are the 4 different segments in the 4-segment pipelining, and each of the segment is having same time duration. Now നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കൺസിഡർ ചെയ്യാം. എന്തുവാണ്, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ വരുന്നു, ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ എഫക്റ്റീവ് അഡ്രസ്. ദെൻ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, നോർമൽ സീക്വൻസിങ് നടക്കും. ദാറ്റ് ഈസ് ഗോയിങ് ടു സെഗ്മെൻറ്റ് 3, ദാറ്റ് ഈസ് ഫെച്ചിങ് ദ ഓപ്പറാൻഡ് ഫ്രം മെമ്മറി, ദെൻ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ആൻഡ് നെക്സ്റ്റ് ഒരു ഇൻ്ററപ്റ്റ് ആണോ നോക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു,
ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സെയിം പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് എന്നാണെങ്കിൽ എന്തുവാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ അതൊരു ജമ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ സീക്വൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത് എന്താവും, ഹാമ്പേർഡ് ആവും. സോ ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കാരണം നമ്മുടെ PC നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്തുവാണ്, ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനാണ്. സോ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. PCയുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ് വാല്യൂ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാണ് കാണിച്ചിരിക്കുന്നത്, എംപ്റ്റിയിങ് ദ പൈപ്പ് ലൈനിങ്, വിച്ച് മീൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ ആദ്യം ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്ന്. സോ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്സ് ഓൾറെഡി പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ലൊക്കേഷനിലോട്ട് പ്രോഗ്രാം കൗണ്ട് അപ്ഡേറ്റ് ചെയ്തു. ദെൻ പൈപ്പ് എംപ്റ്റി ചെയ്യണം, വിച്ച് മീൻസ് നമ്മൾ നേരത്തെ ചെയ്ത 2 സെഗ്മെൻറ്റിലെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യണം, എംപ്റ്റി ചെയ്യണം. എന്നിട്ട് പുതിയ ഇൻസ്ട്രക്ഷൻ, അതായത് പുതിയ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് റെഡി ആവണം. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പൈപ്പ് ലൈൻ സ്റ്റോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഈസ് cleaned up and the pipeline is made emptied. അതുപോലെ തന്നെ ഒരു ഇൻ്ററപ്റ്റ് ആണ് വരുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് റുട്ടീനിലോട്ട് പോകും. സോ അപ്ഡേറ്റിംഗ് ദ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് എംപ്റ്റിയിങ് ദ പൈപ്പ് ലൈൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൈപ്പ് ലൈനിങ് എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ പെർഫോമൻസ് ഓഫ് പൈപ്പ് ലൈൻ പ്രോസസ്സർ നോക്കി. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് 2019 ഡിസംബറിൽ ചോദിച്ച പ്രോബ്ലം ഞാൻ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക് യു.